നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ചേഞ്ചാ നമുക്ക് വേണ്ടത്. അതെ അച്ഛാ, എനിക്ക് വേണ്ടതൊരു ചേഞ്ച് തന്നെയാ. മനസ്സമാധാനമാ. അതെനിക്ക് കിട്ടണമെങ്കിൽ ഈ ബന്ധനം എന്റെ കഴുത്തിൽ നിന്ന് പോണം. കഞ്ഞി കുടിച്ചേക്കോ? വേണ്ട മോളെ, ഇത്തിരിയെങ്കിലും കഴിക്കമ്മേ. എണീറ്റ്. വിശപ്പില്ലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അമ്മയും കൂടി ഇങ്ങനെ കിടന്നാ ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശി നമ്മളെ വിട്ട് പോയ ശേഷം മുത്തശ്ശി മുറി വിട്ട് പുറത്തു വന്നിട്ടില്ല. നിർബന്ധിച്ചാൽ മാത്രം എന്തെങ്കിലും അല്പം കഴിക്കും. അമ്മയുടെ കാര്യവും ഇപ്പൊ അങ്ങനെ തന്നെയാ. മോളേത് അമ്മ പോയതോടെ ഈ വീടിന്റെ വിളക്കല്ലേ അണഞ്ഞു പോയത്. അച്ഛന്റെ അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ. കരയല്ലേ? ഇനി മുത്തശ്ശിയുടെ സ്ഥാനത്ത് നിന്ന് ഈ വീട് കൊണ്ടുപോകേണ്ടത് അമ്മയല്ലേ? കഴിക്കമ്മേ. മതി മോളെ. ശ്രീകുട്ടിയെ സഞ്ജു പോയി വിളിച്ചിട്ട് അവള് മടങ്ങി വരാൻ കൂട്ടാക്കുന്നില്ലല്ലോ മോള്. ചേച്ചി വലിയ ദേഷ്യത്തിലമ്മ. അവള് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞത് കൂടിയില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ പിടിച്ചു നിർത്തുമായിരുന്നു. ഞാൻ പലവട്ടം അവളെ വിളിച്ചതാ, ഫോൺ എടുക്കുന്നത് കൂടിയില്ല. അമ്മ ചേച്ചിയുടെ അമ്മയെ വിളിച്ചില്ലേ? വിളിച്ചു, പക്ഷെ കാഞ്ചനയ്ക്ക് പറയാൻ മറുപടി ഒന്നുമില്ല. അവള് കാഞ്ചനയോട് ഒന്നും വിട്ടു പറയുന്നില്ല. കാഞ്ചന ഇവിടെ എന്താ സംഭവിച്ചെന്ന് തിരിച്ച് എന്നോടാ ചോദിക്കുന്നത്. അമ്മയുടെ മോൻ ചേച്ചിയുടെ പിണക്കെല്ലാം മാറ്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. കവിത ഇതിനിടയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. അതാ എന്റെ പേടി. അമ്മയുടെ മരണം കൂടി ആയപ്പോ വല്ലാത്തൊരു ഭയം എന്റെ മനസ്സിനെ വല്ലാതെ പിടിമുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ വലിയ ആപത്തുകൾ ഇനിയും വരാൻ കാത്തു നിൽക്കുന്നത് പോലെ. ശ്രീകുട്ടി കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുതെന്ന് ഇപ്പൊ എന്റെ പ്രാർത്ഥന. എല്ലാം ശരിയോ അമ്മേ? ഞാനല്ലേ പറയുന്നേ. അമ്മ കുറച്ചുകൂടി കഞ്ഞി കഴിക്ക. ഈ ക്ഷീണമൊക്കെ മാറട്ടെ. മതി മോളെ, ഞാൻ പിന്നെ കുടിച്ചോളാം. അവിടെ വെച്ചേക്ക്. ഇനി മോള് പോയി കഴിക്കും. ചെല്ല്. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇന്ന് സഞ്ജു ശ്രീകുട്ടിയും 2 വീടുകളിലായി താമസിക്കേണ്ടി വരുമായിരുന്നോ? ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി കാണിക്ക്. അന്ന് സച്ചിക്ക് നിന്റെ ഭർത്താവാരെന്ന് അറിയില്ലായിരുന്നു.
ഗോവിന്ദിന്റെ കാര്യം അങ്ങനെയല്ല, എല്ലാം അവനറിയാം. ഇപ്പൊ വന്ന ഭാഗ്യം നീയായിട്ട് തട്ടി മാറ്റരുത്. വീട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഗോവിന്ദിനുണ്ട്. ഉപദേശിക്കാനല്ലാതെ മറ്റെന്തിനു കഴിയും? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് ഭാഗ്യമെന്നേ ഞാൻ പറയും. അമ്മുനെ എന്റെ കൊച്ചുമോളായിട്ടാണ് ഞാൻ കാണുന്നത്. സഞ്ജു ഒന്നും പറഞ്ഞില്ല. എനിക്കിതിനേക്കാൾ വലിയ സന്തോഷം എന്താ എൻ്റെ ഉള്ളത്? അമ്മു എന്നും എന്നെ അവളുടെ രക്ഷകനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും അവളുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടാ ലച്ചുവിനെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് അങ്ങനൊരവസ്ഥയിൽ ഒരുപക്ഷെ ഗോവിന്ദും ഞാൻ ചെയ്ത് തന്നെ ചെയ്തു പോയെന്ന് വരും. ഒരു പക്ഷേ അല്ല സഞ്ജു, ആ ക്ഷേത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലച്ചുവിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമായിരുന്നു. മുത്തശ്ശൻ ഞങ്ങളെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി സഞ്ജു അവളെ രക്ഷിച്ച് എന്റെ കയ്യിൽ തന്നെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. കേട്ടല്ലോ മണിക്കരെ, ഇവൻ ലച്ചുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്. ഇതിൽ കൂടുതൽ എങ്ങനെ പറയാനാ? ഇതൊരു ദൈവനിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അവൾ ഈ വീട്ടിലേക്ക് വന്നത് മാത്രമല്ല, അവൾ മനയിലേക്ക് വന്നതും അങ്ങനെ തന്നെ. ഞാൻ ലച്ചുവിനോടൊന്ന് സംസാരിക്കട്ടെ. ആശ സംസാരിച്ചു നോക്കും. അവളൊന്ന് ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കും. പിന്നെ ശ്രീകുട്ടി വീട്ടിൽ ചെന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് അനുകൂലമായി അവൾ ഒന്നും പറയില്ലെങ്കിലും മനസ്സിനൊരു ഇളക്കം വന്നുകൂടായികയില്ല. ഞാൻ പോയി കണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ചെല്ല്. അമ്മ എവിടെ കാവേരി? അവളകത്തുണ്ട്. അതിഥികൾ വന്നതൊന്നും അവൾ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലച്ചുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, ചായ കുടിച്ചിട്ട് പോയിട്ട് വന്ന് കുടിച്ചോളാം. ശരി, വാ. തിരുമേനി, അച്ഛ ചായ വേണ്ട, അവിടെ കൊടുക്ക. ഇപ്പൊ വേണ്ടല്ല, ചായ കുടിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.